അപ്പം ഞാൻ കുറച്ച് താളൊക്കെ പറിച്ചിട്ട് നമ്മൾ താള് കറിയാക്കാൻ പോവുക. വീട്ടിൻ്റെ സൈഡ് കൂടെ പോകണം. നല്ല വെള്ളം ഒഴുക്കുന്നുണ്ട് കണ്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ താള്. തേങ്ങ അരച്ച് വെക്കണ നേരം അങ്ങനെ താളിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറഞ്ഞ സ്പെഷ്യൽ, ഇത് കർക്കിടക മാസമാണ്. അപ്പൊ കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. താളുകറി. താളുകറി. ചേമ്പും താള് കറി വെക്കുക. അത് സാധാരണ കർക്കിടക മാസത്തില് കഴിക്കാറ്. മഴ ടൈമിലാണ്, ഈ മഴ സമയത്തെല്ലാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാ ബാക്കിത്തെ ദിവസം കഴിക്കാൻ പാടില്ലെന്നൊന്നുമില്ല, എന്നാലും അത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തെ അതൊരു മരുന്നുമാണ്, മരുന്നായിട്ടും കഴിക്കാം. അപ്പൊ മരുന്നാണ് കഴിക്കാൻ പോണത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. പേര് വീഡിയോയിലോട്ട് പോവാ. ഇത് ഞാൻ തോട്ട് സൈഡിൽ നിന്ന് പറിച്ച താളാണ്. അപ്പം ഈ താള് വെള്ളം കണ്ടമാനം ഉണ്ടായതുകൊണ്ട് ആ സൈഡിൽ കൂടെ അങ്ങനെ പോയി പറിക്കാൻ ബുദ്ധിമുട്ടായി. അപ്പം ഞാനൊരു ലേസം താളെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് നന്നാക്കിയിട്ട് ഫസ്റ്റ് വെള്ളം വെച്ചിട്ട് ഈ വെള്ളത്തിൽ നന്നാക്കിയിട്ട് അരിഞ്ഞിടാം. ഇതെങ്ങനെ നന്നാക്കണേ പറഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ താള് ഫസ്റ്റ് മുറിച്ച രസം വേണ്ട, ഇങ്ങനെ തോല് പിടിക്കണം. ഇതിനെ ഇത് ഫസ്റ്റ് ഇങ്ങനെ എടുക്കണം. ഇതേപോലെ അതിൻ്റെ നാരൊക്കെ എടുക്കണം. ഇങ്ങനെ എടുത്ത് വേണ്ട ക്ലീൻ ആയിട്ടുണ്ട്. ഇതിനെ ഞങ്ങൾക്ക് അരിഞ്ഞിടാം. അതേപോലെ പെട്ടെന്ന് വേകും. കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിലടിച്ചാൽ വെന്തിട്ടുണ്ടാവും. പെട്ടെന്ന് വേവും ഇത്. പിന്നെ കർക്കിടക മാസത്തിൽ ഇങ്ങനെ താളും തകരച്ചപ്പ്, പത്രടച്ചപ്പ്, അങ്ങനെ കുറേ മരുന്നുകൾ ഉണ്ട്. ചപ്പുകൾ തന്നെ കണ്ടമാനം കുറേ ചപ്പുകൾ നമുക്ക് കർക്കിടകത്തിൽ തിന്നാൻ നല്ലതാണ്. പിന്നെ താളിൻ്റെ ഇതിങ്ങനെ ഉള്ളിൽ നല്ല കൂമ്പെടുത്താൽ ഇനിയും നല്ലത്, ഇനിയും നല്ല ടേസ്റ്റായിട്ടുണ്ടാവും. പക്ഷെ കൂമ്പന്നെ എടുത്താൽ നല്ലത്. ഞങ്ങൾക്ക് അവിടെ പറിക്കാൻ അങ്ങനെ കിട്ടിയിട്ടില്ല, കുറേ കൂമ്പായിട്ട്. എന്നാൽ തോടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തോടിൻ്റെ സൈഡിൽ തോട് നല്ല വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു. വെള്ളം അതുകൊണ്ട് അത് കൂടുതലൊക്കെ പോയില്ല. കുറച്ചൊരു മരുന്നല്ലേ കർക്കിടകത്തിൽ, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലേസം കഴിക്കാൻ പറഞ്ഞിട്ട് ലേസം പറിച്ചതാണ്. നന്നാക്കാനല്ലേ എളുപ്പമാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്താലേ. താള് ചിലർ മോര് ഒഴിച്ച് വെക്കും. പിന്നെ കുറേ തരത്ത് തേങ്ങ അരച്ചിട്ട് കറി വെക്കും. തേങ്ങ അരയ്ക്കാണ്ട് വെറുതെ വേവിച്ചിട്ട് അങ്ങനെ താളിക്കും. അത് ഇനി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് തേങ്ങ അരച്ചിട്ട് വെക്കാം ചാറ്. ലേശം പുളിയൊക്കെ കൂട്ടണം, നല്ല പുളിയും കാരവും. അപ്പോൾ ഇതാ ചേമ്പൊക്കെ ഞാൻ മുറിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളം ലേശം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം ചേമ്പിൽ അങ്ങനെ കുറേ വെള്ളമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പിടണം. ഉപ്പും വേകുമ്പോൾ ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ
കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അരയ്ക്കും, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ലേസം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം, അടച്ചിട്ട് വേവിക്കാം. അപ്പോൾ തീയും കത്തിച്ച് ഇനി നമുക്ക് ഇതൊരു വിസിലാവട്ടെ. അങ്ങനെ അപ്പോൾ ഞാൻ അരയ്ക്കാനുള്ളതെല്ലാം എടുത്തിട്ട് അരയ്ക്കട്ടെ. അരമുറി തേങ്ങ, പിന്നെ 1 ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണിൻ്റെ അത്ര ജീരകം, പിന്നെ കാന്താരി ഇട്ടത്ര നല്ല ടേസ്റ്റ്. ഈ പച്ചമുളകിൻ്റെ കാട്ടി കാന്താരിയാണ് നല്ലത്. അപ്പം കുറച്ച് കാന്താരി, പിന്നെ വെളുത്തുള്ളി, ഇതിനെല്ലാം കൂടി ഒന്ന് അരച്ചിട്ട് നമുക്ക് കറിക്ക് ചേർക്കാം. ഇഷ്ടം ഇതൊന്ന് അരയ്ക്കട്ടെ. പിന്നെ കറിക്കിടുന്ന പുളി ഒരു നാരങ്ങ വലുപ്പത്തിൻ്റെ അത്ര ഒരു ഉണ്ട, ഇത്ര ഞങ്ങൾക്ക് ഒരു പുളി. ഈ പുളീനെ ഞങ്ങൾക്ക് വെള്ളത്തിട്ട് വെക്കാം. ഇത് അരച്ചിട്ടൊക്കെ ആയിട്ട് എല്ലാം വേവിച്ച പിന്നെ ഇതിനെ ഞങ്ങൾക്ക് നല്ലോണം ഞൗണ്ടിയിട്ട് ഈ പുളി വെള്ളം ഒഴിക്കാം. അപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചേമ്പ് വെന്തു, ഒറ്റ വിസിൽ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് പുളിയും കൂടെ ചേർക്കാം അല്ലേ? വെള്ളം ഉണ്ടല്ലോ ഓൾറെഡി. ഫസ്റ്റ് താളൊക്കെ നല്ല വെന്തുടഞ്ഞു കണ്ട. ഇനിയിപ്പോൾ ഇതിന് ഞാൻ അരച്ച് വെച്ചതുണ്ട്. അരച്ച് വെച്ച് ഇത് അരപ്പതിന് കൂട്ടാം. അരപ്പ് കൂട്ടിയിട്ട് ഈ പുളി നല്ല ഞോണ്ടി വെച്ചിട്ട് ഈ പുളി വെള്ളം ചേർത്ത് അരപ്പും കൂട്ടിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കാം. പുളിവെള്ളം കൂടി ചേർക്കാം. എന്തായാലും ഇത് അരച്ച പാത്രത്ത് അങ്ങനെ കഴിക്കുന്നത് കഴിക്കും. പുളിവെള്ളം ചേർക്കട്ടെ. അങ്ങനെ ഇപ്പോൾ ഞാൻ അരപ്പെല്ലാം കൂട്ടി ഇപ്പോൾ നല്ലോണം ഒന്ന് തിളക്കട്ടെ. കറി അതിൻ്റെ പച്ചച്ചവയെല്ലാം പോകണമല്ലേ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. ഇതിന് ഈ ചീച്ചട്ടി വെച്ച് ലേശം എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നു. അപ്പോൾ ഞാൻ ലേശം ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ഒന്ന് ഇട്ടട്ടെ. അതെ, പിന്നെ ഒരു ചെറിയ ഉള്ളി. അപ്പോൾ ഉലുവ നല്ല മൂത്തിട്ടായി. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് എടുത്തത്, ഒരു ചെറിയൊരു ഉള്ളി നല്ല ഒന്ന് മൂക്കട്ടെ. അപ്പോൾ അതിന് കൂടെ 4 ഉണക്കമുളക് ഇട്ടിട്ട് അതിങ്ങനെ കരിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കറിയൊക്കെ റെഡിയായി തിളച്ച് വന്നു. ഇതിൻ്റെ കൂടെ നമ്മുടെ കടുക് തിളച്ചതും കൂടെ ചേർത്ത് വെക്കാം. ഇപ്പോൾ ഉപ്പെല്ലാം ഉണ്ടോ നോക്കാം. ഉപ്പും പുളിയൊക്കെ അങ്ങനെ ഗൈസ് ഇപ്പോൾ ഞങ്ങളുടെ താള് കറി റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇനി ലേശം നേരം അടച്ച് വെക്കാം. അപ്പോൾ തന്നെ ചൂട് ചോറിൻ്റെ കൂടെ നല്ല ചേമ്പും താള് കറി കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിക്കാം അല്ലേ, നല്ലോണം വയ്ക്കാം. അപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോൾ ചോറെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി കറിയായിരുന്നു.
ഫുള്ളായില്ലേ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടായി തേങ്ങ അരച്ചിട്ട് വെച്ചാൽ പക്ഷെ അത് അങ്ങനെ തളിച്ചാൽ ഇനിയും സൂപ്പർ ആയിട്ടുണ്ടാവും പക്ഷെ ഓരോരുത്തർ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടേന്ന് നല്ല ഉണ്ടായി അങ്ങനെ അപ്പൊ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. അത് മെയിൻ ആയിട്ട് ഈ കർക്കിടക മാസത്തില് ഇപ്പൊ ഈ കർക്കിടകത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം താഴെ തിന്നിയപ്പ നിങ്ങള് നല്ലതാണ് തടിക്ക്. അതെ. അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഇനി ഒരു പുതിയൊരു ഡിഷ് വരുന്നതായിരിക്കും അല്ലെ, പുതിയൊരു വീഡിയോ കൊണ്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.